ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലിസ് ക്രിയേഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിൽ ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇതെല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ലഡുവാണ്. എനിക്ക് ആൻകാവാസ്കുലൈറ്റിസ് രോഗം വന്നപ്പോഴത്തേക്കും എൻ്റെ ബ്ലഡ് എല്ലാം കുറഞ്ഞ് 6.8 വരെ എത്തിയിരുന്നു. ഈ ലഡു ഞാൻ എല്ലാ ദിവസവും കുറച്ചധികം നാൾ കഴിച്ചിരുന്നു. അതിന് ശേഷമാണ് എൻ്റെ ബ്ലഡ് കൂടിയത്. അയൺ ടാബ്ലറ്റ് കഴിച്ചിട്ടൊന്നും ബ്ലഡ് കാര്യമായിട്ട് കൂടിയിരുന്നില്ല. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അത്തിപ്പഴം ഈ വള്ളിയിൽ നിന്നും അടർത്തിയെടുക്കാം. ഇത് കഴിയതിന് ശേഷം ഈന്തപ്പഴവും അത്തിപ്പഴവും തിളച്ച വെള്ളം ഒഴിച്ച് 10 മിനിറ്റ് സോക്ക് ചെയ്തെടുക്കാം. ഇത് മിക്സിയിൽ അടിച്ചെടുക്കേണ്ടതാണ്, അതുകൊണ്ടാണ് സോക്ക് ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. അടിക്കട്ടിയുള്ള ഒരു ചീനിച്ചട്ടി ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. ആദ്യം ഞാൻ ബദാമാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇത് ഉണങ്ങിയ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. രണ്ടാമതായിട്ട് അണ്ടിപ്പരിപ്പാണ് ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കാൻ ഇടുന്നത്. അടുത്തതായിട്ട് വാൾനട്ടാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അടുത്തതായിട്ട് പംകിൻ സീഡും എള്ളും ആണ് ഞാൻ ഇടുന്നത്. ഇതിൻ്റെ ഒപ്പം ഫ്ലാക്സ് സീഡും കൂടി ഇടുന്നുണ്ട്. ഇത് മൂന്നും റോസ്റ്റ് ചെയ്തെടുത്താണ്, അതുകൊണ്ട് വെറുതെ ഒന്ന് ചൂടാക്കുക മാത്രം ചെയ്യുന്നുള്ളൂ. നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന അത്തിപ്പഴവും ഈന്തപ്പഴവും ഞാൻ മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. വെള്ളം എല്ലാം പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷമാണ് മിക്സിയിൽ അടിച്ചെടുക്കുന്നത്. ഇതിലിപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് പരട്ടിയെടുക്കണം. ഇനി ചെയ്യേണ്ടത് റോസ്റ്റ് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം മിക്സിയിൽ അടിച്ചെടുക്കണം. തരിതരിപ്പായിട്ട് അടിച്ചെടുത്താൽ മതി. കുറച്ചായിട്ട് ഞാൻ എല്ലാം മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് അതെല്ലാം ഇതിൻ്റെ അകത്ത് ചേർക്കാവുന്നതാണ്. ഉണ്ടയിട്ട് പിടിക്കാനായിട്ട് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ കുറച്ച് നെയ്യ് ചേർത്താൽ മതി. എനിക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് ഭയങ്കര മടിയാണ്. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഡെയിലി 2 എണ്ണം വീതം കഴിക്കുമായിരുന്നു. ഒത്തിരി ടേസ്റ്റും ഗുണമുള്ള ഈ ഉണ്ട എല്ലാവരും തന്നെ ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.